നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ കോളേജുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ഇതിൽ ഏത് നിർദ്ദേശമാകും ഇന്ന് കോളേജുകൾ പാലിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. കൂടാതെ ഇന്ന് മഴ മുന്നറിയിപ്പുമുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര സർക്കാർ. എതിർപ്പുമായി BJP ഇതര സംസ്ഥാനങ്ങൾ. ക്യാമ്പസുകളിൽ ദിനം ആചരിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗവർണറുടെ നിർദ്ദേശം തള്ളണമെന്ന് സർക്കാർ. തടയാൻ ഉറച്ച SFIയും KSUവും. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. രാത്രി 8 മണിക്ക് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കേൾക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം മതിയാക്കിയില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. പ്രസ്താവന നാളെ നടക്കാനിരിക്കുന്ന അലാസ്ക ചർച്ചകൾക്ക് മുന്നോടിയായി. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് 13 പേർ മരിച്ചെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. മരിച്ചവരിൽ 6 മലയാളികൾ ഉൾപ്പെടെ 11 ഇന്ത്യക്കാരെന്ന അനൌദ്യോഗിക സൂചന. 63 പേർ ചികിത്സയിൽ. ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തുവിട്ട് ഇന്ത്യൻ എംബസി. ആരാധകരെ ആവേശത്തിലാക്കി സൂപ്പർ സ്റ്റാർ രജനി ചിത്രം കൂലി തിയേറ്ററുകളിൽ. ആദ്യ ഷോയ്ക്ക് ആവേശകരമായ വരവേൽപ്പ്. ആദ്യ ദിനം വിറ്റുപോയത് 12 ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രധാന മത്സരം B രാഗേഷിന്റെയും വിനയന്റെയും പാനലുകൾ തമ്മിൽ. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, സ്വാതന്ത്ര്യ ദിനാചരണത്തിന് മുന്നോടിയായി ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര സർക്കാർ. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഭീകരതയെയും ഇരകളെയും അനുസ്മരിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് 14 വിഭജൻ ഭീതി ദിവസമായി ആചരിക്കുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭജന ഭീതി ദിനമായി പ്രഖ്യാപിച്ചത്. അതേസമയം ശക്തമായ എതിർപ്പുമായി BJP ഇതര സംസ്ഥാന സർക്കാരുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സാമുദായിക ധ്രുവീകരണത്തിനും വർഗീയ സംഘർഷത്തിനും ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എതിർപ്പറിയിക്കുന്നത്. അതേസമയം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗവർണർമാരുടെ യോഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിഭജൻ ഭീതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിർദ്ദേശം തള്ളണമെന്ന് സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കുമെന്നത് തടയുമെന്ന് SFIയും KSUവും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രജിത്തുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. രജിത്ത്, അല്ലെങ്കിൽ തന്നെ ഗവർണറും സർക്കാരും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ ആ ഒരു ബന്ധം വീണ്ടും വഷളാവുകയാണ്. കൂടാതെ ഇന്ന് കോളേജുകൾ ഈ വിഭജൻ ഭീതി ദിനം ആചരിക്കുമോ ഇല്ലയോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഐശ്വര്യ, ഈ വിഭജന ഭീതി ദിനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു ഇത്തരമൊരു ദിനാചരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വിഭജന ഭീതി ദിനാചരണത്തിന് ആഹ്വാനം വന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയത്. വൈസ് ചാൻസലർമാർക്കാണ് നിർദ്ദേശം നൽകിയത്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനാചരണം ദിനമായി ആചരിക്കണം എന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. ആ നിർദ്ദേശം കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കേരള KTU കണ്ണൂർ യൂണിവേഴ്സിറ്റികൾ ഗവർണറുമായി ഏറെ അടുത്തു പോകുന്ന വൈസ് ചാൻസലർമാർ ഉള്ള ആ യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാവുന്നത് വൈസ് ചാൻസലർമാർ എല്ലാം തന്നെ ഈ നിർദ്ദേശം താഴെ തട്ടുകളിലേക്ക് കോളേജുകളിലേക്ക്
നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. എങ്കിൽ തന്നെയും എന്നാൽ ഇത് ആചരണം നടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. കാരണം സർക്കാർ തലത്തിൽ തന്നെ ഇതിന് എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇത്തരമൊരു ആഹ്വാനം വന്നപ്പോൾ തന്നെ BJP ഇതര സംസ്ഥാനങ്ങളൊക്കെയും തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ നേരത്തെ തന്നെ ഇത്തരമൊരു ആഹ്വാനം എത്തിയ സാഹചര്യത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും അവർ വീണ്ടും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ഇത്തരമൊരു ആഘോഷങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇത് നടത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത്തരമൊരു പരിപാടി നടത്തണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ കത്തുകൾ ഇതിനോടകം തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിലേക്ക് പോയിട്ടുണ്ട്. ഇത്തരമൊരു പരിപാടിയുമായി രംഗത്തേക്ക് വരികയാണെങ്കിൽ, യൂണിവേഴ്സിറ്റി രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ അതിനെ തടയും എന്ന് തന്നെയാണ് KSUവും അതുപോലെ തന്നെ SFIയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഗവർണർക്കെതിരെയും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്. കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അടക്കം നടക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തും എന്ന് തന്നെയാണ് SFIയും KSUവും വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് ഒരു പക്ഷേ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചോ ഇത്തരമൊരു പരിപാടികൾ നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നടക്കുന്നത്. എന്ത് തന്നെയായാലും കേരളയിലും അതുപോലെ തന്നെ കണ്ണൂരിലും KTU യൂണിവേഴ്സിറ്റിയിലും ഉൾപ്പെടെ ഇത് സംബന്ധിച്ച നിർദ്ദേശം പോവുകയും പരിപാടികൾ നടത്തണമെന്ന നിർദ്ദേശം വൈസ് ചാൻസലർമാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഏറെ സംഘർഷപരമായ നിമിഷത്തിലേക്കായിരിക്കും ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ. ശരി രജിത്ത്, അതായത് വൻ പ്രതിഷേധത്തിനാണ് ഇന്നും സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിനെതിരെ വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റിൽ ഇന്ന് ഉത്തരവ് ഉണ്ടായിരിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിഭാഷകനായിട്ടുള്ള നാഗരാജുവാണ് ഇത് സംബന്ധിച്ച ഒരു ആവശ്യം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. നേരത്തെ നമുക്കറിയാം, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന്റെ അന്വേഷണം അജിത് കുമാറിനെതിരെ നടക്കുകയും ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇത് ഏതെങ്കിലും കാരണവശാൽ ഇത് അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന ഒരു കാര്യത്തിലാണ് കോടതി ഇന്ന് തീരുമാനമെടുക്കുന്നത്. നേരത്തെ തന്നെ അജിത് കുമാറിന്റെ കേസിൽ നാഗരാജുവിന് വിശദമായ പരിശോധന നടത്തുന്നതിന് രേഖകൾ കോടതി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം നൽകിയിട്ടുള്ള രേഖകളിലും ആവശ്യമായ തെളിവുകളടക്കം നൽകാൻ ഇതുവരെയും നാഗരാജുവിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. പ്രധാനമായ കാരണം പ്രോസിക്യൂഷൻ പറയുന്നത് ആരോപണങ്ങളല്ലാതെ തെളിവുകളൊന്നും ഇതുവരെയും ഹാജരാക്കാൻ നാഗരാജുവിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയും ഒരു ക്ലീൻ ചീറ്റ് ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് നൽകുകയും സർക്കാരിലേക്ക് അടക്കം നൽകുകയും ചെയ്യുന്നു. ആ റിപ്പോർട്ട് കോടതിയിലേക്കും കൈമാറുകയായിരുന്നു. തുടർന്നാണ് അഭിഭാഷകന്റെ ആവശ്യപ്രകാരം ഈ റിപ്പോർട്ട് തനിക്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുക. കവടിയാറിൽ ഉൾപ്പെടെയുള്ള ഫ്ളാറ്റ് വാങ്ങിയത് ഉൾപ്പെടെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് MR അജിത് കുമാറിന് ഇപ്പോൾ വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് നൽകാനുള്ള. ശരി രജിത്ത്, ഈ ക്ലീൻ ചിറ്റ് തള്ളണമോ കൊള്ളണമോ എന്നതിലാണ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. രാത്രി 8-ന് മെഴുകുതിരി തെളിയിച്ചാണ് പ്രതിഷേധത്തിന് തുടക്കമിടുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വോട്ടുകള്ളൻ സിംഹാസനം വിട്ടു പോവുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രചാരണം. ബീഹാറിലെ സസാറയിൽ നിന്ന് തുടങ്ങി 21 ജില്ലകളിൽ പര്യടനം നടത്തും. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രചാരണ റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിക്ക് കോൺഗ്രസ് ഞായറാഴ്ച തുടക്കമിടും. തേജസ്വി യാദവുമായി ചേർന്നാണ് രാഹുൽ ആദ്യഘട്ട പ്രചാരണത്തിന് ഇറങ്ങുക. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം പൂർത്തിയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമാണ് ഇന്ന് പ്രധാനമായും നടക്കുക. ബീഹാറിൽ സമഗ്ര വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ 65 ലക്ഷം പേരുടെയും പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്ന് ഇന്നലെ ഹർജിക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു. ആധാർ തെളിവായി സ്വീകരിക്കാത്തത് ചട്ടലംഘനമാണെന്ന വാദവും ഹർജിക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം 11 രേഖകൾ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആവശ്യപ്പെടുന്നത് നല്ലതാണെന്ന വാദവും കോടതിയിലുണ്ടായി. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബക്ഷെ എന്നിവരുടെ ബെഞ്ചാണ് വാദം കേൾക്കുക. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് യോഗത്തിലെ മുഖ്യ അജണ്ട. തൃശൂരിലെ വോട്ട് ക്രമക്കേടും കോൺഗ്രസ് അടക്കമുള്ളവർ ഉന്നയിച്ച കള്ളവോട്ട് ആരോപണങ്ങളും പ്രതിരോധിക്കാനായുള്ള പ്രചാരണ പരിപാടികളും യോഗം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ കുവൈത്തിൽ വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തുവിട്ടു. മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് എംബസിയുമായി ബന്ധപ്പെടുന്നതിന് 9655-655-01-587 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ സ്ഥാനപതിയും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും ആശുപത്രികൾ സന്ദർശിച്ച് രോഗികളുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുകയും ചികിത്സയ്ക്കായി ആശുപത്രികളുമായും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് 13 പേർ മരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഞായറാഴ്ച മുതൽ വിഷബാധയേറ്റ് 63 പേർ ചികിത്സയിൽ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരണമടഞ്ഞവരിൽ മുഴുവൻ പേരും ഏഷ്യക്കാരാണ്. നിലവിൽ 31 പേർ വെന്റിലേറ്ററുകളിലാണ്. 51 പേർക്ക് അടിയന്തര ഡയാലിസിസ് ചെയ്തു. 21 പേർക്ക് സ്ഥിരമായ അന്ധതയോ കാഴ്ചക്കുറവോ ഉണ്ടായതായും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള സുരക്ഷാ ഏജൻസികളുമായും അധികാരികളുമായും സഹകരിച്ച് ആശുപത്രികളും കുവൈറ്റ് വിഷനിയന്ത്രണ കേന്ദ്രവും തമ്മിലുള്ള ഏകോപനം നടത്തിവരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം മരണമടഞ്ഞവരിൽ 6 മലയാളികളും 2 വീതം പേർ ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളും ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമാണെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. വിഷബാധ ഏറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഫർവാനിയ, അദാൻ ആശുപത്രികളിൽ 15ഓളം പ്രവാസികളെ പ്രവേശിപ്പിച്ചിരുന്നു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. അസോസിയേഷൻ ഓഫീസിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബി രാകേഷിന്റെ നേതൃത്വത്തിലുള്ള പാനലും വിനയന്റെ നേതൃത്വത്തിലുള്ള പാനലും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായും അരങ്ങേറുന്നത്. കിരൺ ഉണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. കിരൺ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. നമുക്കറിയാം, സാന്ദ്ര തൊടുത്തുവിട്ട വിവാദമാണ്. അതിനുശേഷം ഇപ്പോൾ സാന്ദ്ര പുറത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, വളരെ വീറും വാശിയുമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്തേക്ക് നടക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഘടനയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയധികം ചർച്ചയാവുകയും വിവാദങ്ങളിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഏതായാലും ഇന്ന് ഭാരവാഹികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്. 10 മണിയോടുകൂടി തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും 2 പാനലുകളാണ് പ്രധാനമായിട്ടും അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഒന്ന് വിനയൻ്റെ നേതൃത്വത്തിലുള്ള പാനലും മറ്റേത് ബി രാകേഷിൻ്റെ നേതൃത്വത്തിലുള്ള പാനലുമാണ്. ബി രാകേഷ് നിലവിലിപ്പോൾ സംഘടനയുടെ സെക്രട്ടറിയാണ്. സജി നന്ദാട്ടടക്കമുള്ള ആളുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് അത് തള്ളുകയും ചെയ്തതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സാന്ദ്രയുടെ പത്രിക, ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കുമുള്ള പത്രിക തള്ളിക്കൊണ്ടുള്ള ഈ ഭരണാധികാരിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സാന്ദ്ര പിന്നീട് കോടതിയെ സമീപിക്കുകയും ഇന്നലെ കോടതിയിൽ നിന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സാന്ദ്രയുടെ പത്രിക തള്ളിയ നടപടിയെ കോടതി അംഗീകരിക്കുകയാണ്. കോടതി ഈ ഹർജിയും തള്ളുകയുണ്ടായിരുന്നു. ഏതായാലും സാന്ദ്ര തോമസ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. 26 അംഗങ്ങളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. 14 അംഗങ്ങളുടെ സീറ്റാണ് ഒഴിവുള്ളത്. എങ്കിൽ പോലും 24 പേര് ഈ എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമാനമായ രീതിയിൽ തന്നെ പോസ്റ്ററുകൾ അടിക്കുകയും അഭ്യർത്ഥനകളുമായി സ്ഥാനാർത്ഥികൾ മറ്റ് അംഗങ്ങളെ കാണുകയും തുടങ്ങിയ വലിയൊരു പ്രചരണ പരിപാടികൾ ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീതിയാണ് എന്നാണ് കിരൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന രജനീകാന്ത് ചിത്രം കൂലി തിയേറ്ററുകളിൽ ആദ്യ ഷോയ്ക്ക് ആവേശകരമായ വരവേൽപ്പാണ് ആരാധകർ നൽകിയത്. ആദ്യ ദിനം 12 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലും വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. രജനീകാന്തിന്റെ 171ാമത് ചിത്രമാണ് കൂലി. നാഗാർജുന, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ, ജൂനിയർ MGR, മോനിഷ ബ്ലസി തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. അമീർ ഖാൻ, പൂജ ഹെഗ്ഡെ തുടങ്ങിയവർ അതിഥി താരങ്ങളായി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം മതിയാക്കിയില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. നാളെ നടക്കാനിരിക്കുന്ന അലാസ്ക ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം അലാസ്ക ഉച്ചകോടിക്ക് മുന്നോടിയായി ചേർന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ വെർച്വൽ യോഗത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ വെർച്വൽ യോഗത്തിൽ പങ്കെടുത്ത സെലൻസ്കി യുക്രൈന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വാദിച്ചത്. ജർമ്മൻ ചാൻസലർ അടക്കം ശക്തമായി പിന്തുണയ്ക്കുകയായിരുന്നു. യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ആദ്യം വേണമെന്ന നിലപാടാണ് സെലൻസ്കി ചർച്ചയിൽ ഉയർത്തിയത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ പോക്ക് എങ്ങനെയായിരിക്കും? ഇന്ന് നേട്ടത്തിൽ തന്നെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വിപണിയിൽ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രകടവുമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റി 24,700 എന്നുള്ളൊരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. ഇന്ന് ആ ഒരു നിലവാരത്തിനടുത്തേക്ക് എത്തിയേക്കും എന്നുള്ള പ്രതീക്ഷയും വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് ഇന്നലെ വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം കണ്ടിരുന്നതും. മാത്രമല്ല, ഇന്നലെ US വിപണികളിലും വലിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ അറ്റ വിൽപ്പനയിലാണ്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നതാണ് ഒരു പരിധിവരെ വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കാൻ പറ്റുന്നത്. 24,500 എന്നുള്ളൊരു നിലവാരം മുൻനിര സൂചികയായ നിഫ്റ്റി ആ ഒരു നിലവാരത്തിന് മുകളിലേക്ക് നിലനിന്ന് വ്യാപാരം തുടരുന്നതുകൊണ്ട് തന്നെ ഇനി അടുത്ത നിലവാരമായി 24,700 ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിന് മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിപണി ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിൽപ്പനയോ തിരുത്തലോ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ഈ രീതിയിൽ ഉണ്ടാകുന്ന ചില ഏറ്റക്കുറച്ചിലുകളും വീഴ്ചകളും വിപണിയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് അടുത്ത നിലവാരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിന് പറ്റിയ ഒരു സാഹചര്യം തന്നെയായിരിക്കും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്ന് ആഴ്ചയിൽ അവസാന വ്യാപാര ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിൽ ഉണ്ടാവും. കെ ദിലീപാണ് വിപണി വിലയിരുത്തൽ നടത്തിയത്. KSFEയുടെ പുതിയ ടാഗ് ലൈൻ പുറത്തിറക്കി. KSFE ഈ നാടിന്റെ ധൈര്യം എന്നതാണ് പുതിയ ടാഗ് ലൈൻ. KSFE ബ്രാൻഡ് അംബാസിഡറായ നടൻ സുരാജ് വെഞ്ഞാറമ്മൂട് മുഖ്യമന്ത്രിയിൽ നിന്ന് പുതിയ ടാഗ് ലൈൻ ഏറ്റുവാങ്ങി. KSFE വാർഷിക ബിസിനസ് 1 ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി നിർവഹിച്ചു. രാമ രാമ പാഹി മാം. നാലമ്പല ക്ഷേത്രങ്ങളിൽ അവസാനത്തേതാണ് തൃശൂർ പായമൽ ശത്രുഘ്ന ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ലവണാസുരനെ വധിച്ച ഈ ദശരഥപുത്രൻ നാലമ്പല ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് കുടികൊള്ളുന്നത്. തൃശൂർ ജില്ലയിലെ അരിപ്പാലത്ത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വെള്ളാങ്ങല്ലൂർ കവലയിൽ നിന്നും 6 കിലോമീറ്റർ അകലെ പൂമംഗലം പഞ്ചായത്തിലാണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി 3.5 അടിയോളം ഉയരമുള്ള ശത്രുഘ്ന വിഗ്രഹം സുദർശന ചക്രത്തിന്റെ അവതാരമാണെന്നാണ് ഐതിഹ്യം. പ്രായത്തിൽ അവസാനമെങ്കിലും ലവണാസുരനെ വധിച്ച ഈ ദശരഥപുത്രൻ നാലമ്പല ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് കുടികൊള്ളുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ച് ആരാധിച്ചിരുന്ന ദശരഥപുത്രന്മാരിൽ ഇളയവനായ ശത്രുഘ്നസ്വാമിയുടെ തേജോമയമായ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭാരതത്തിലെ തന്നെ ഏക ക്ഷേത്രമാണിത്. രാവിലെ 10-11 മണി മുതൽ ഒരു 3 മണി 4 മണി വരെയുള്ള സമയം, 3-3:30 വരെയുള്ള സമയം എന്ന് പറയാം വരെ വരും. ശനി ഞായറുകളിലൊക്കെ ആയാലും അന്നദാനം എന്ന് നടക്കുന്നുണ്ട്. അതൊക്കെ ഈ ചെറിയൊരു സങ്കേതത്തിനുള്ളിൽ ഒതുങ്ങിയിട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ആ ശത്രുഘ്നൻ്റെ പ്രത്യേകതകൾ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. കാരണം രാമായണത്തിൽ പറയുന്ന അശ്വമേധയാഗത്തിൻ്റെ അശ്വമേധയാഗത്തിന് വന്ന സകല ആളുകളുടെയും സുഖസൗകര്യങ്ങൾ, ഭക്ഷണം മുതലായതിൻ്റെയൊക്കെ ചുമതലക്കാരനായിട്ട് നിന്നത് ശത്രുഘ്നാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദേവൻ്റെ ഈ സങ്കേതത്തിൽ വരുന്ന എല്ലാവർക്കും അവരുടെ തീർത്ഥാടനം സുഖമായിട്ട് അവസാനിക്കാനും ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു ഈ ആ തീർത്ഥാടനം സമാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അത് ഈ ദേവൻ്റെ സവിശേഷമായ ആ ഒരു രാമായണത്തിൽ പറയുന്ന ആ ഒരു പ്രത്യേക വിശേഷം കൊണ്ട് തന്നെയാണ് എന്ന്
ഉറപ്പിച്ച് പറയാൻ പറ്റും. ക്ഷേത്രത്തിൽ ഉപദേവനായുള്ള ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് അപൂർവത. ശ്രീകോവിലിനോട് ചേർന്നുള്ള ശിലയാണിത്. അതുപോലെ ക്ഷേത്രത്തിലെ പൂജ 3 നേരമാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലുള്ള വിശേഷമാണ് ഭക്തജനങ്ങൾ ചേർന്ന് നടത്തുന്ന നാമജപം. നാലമ്പല ദർശനത്തിൽ ഭക്തർ അവസാനമായി ദർശനത്തിനെത്തുന്നത് ഈ ക്ഷേത്രത്തിലാണ്. നിരവധി ഭക്തജനങ്ങളാണ് രാമായണ മാസത്തിൽ പായമ്മൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. രാസവളത്തിന് അടിക്കടി വില കൂടുന്നതും ലഭ്യത കുറയുന്നതും കർഷകർക്ക് ഇരുട്ടടിയാകുന്നു. ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ്, ഡയമോണിയം ഉൾപ്പെടെയുള്ള വളങ്ങൾ കിട്ടാനില്ലെന്ന് പരാതി. നെല്ലിന്റെ വില കിട്ടാതെ വലയുമ്പോഴാണ് കുട്ടനാട്ടിലെ കർഷകർക്ക് മേലുള്ള അടുത്ത പ്രഹരം. കർഷകർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സമ്മിശ്രവളമായ ഫാക്ടംഫോസിന്റെ ക്ഷാമമാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഫാക്ടംഫോസ് ഒരു ചാക്കിന് 1400 രൂപയാണ്. 1500 രൂപയായിരുന്ന പൊട്ടാഷിന് 300 രൂപ വർദ്ധിച്ച് 1800 രൂപയായി. മിശ്രിത വളത്തിനാകട്ടെ 1310 രൂപയായി. മറ്റു വളങ്ങൾക്ക് 1090 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. യൂറിയ കിലോയ്ക്ക് 266 രൂപയായി ഉയർന്നു. രാസവള സബ്സിഡിയും ബഡ്ജറ്റ് വിഹിതവും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതാണ് വിലവർധനയ്ക്ക് കാരണം. ഇതോടെ പ്രതിസന്ധിയിലായത് കുട്ടനാട്ടിലെ നെൽകർഷകരാണ്. ഊണിന്മേൽ കുരു എന്ന് പറയുന്ന കണക്കാണ് ഈ രാസവളങ്ങളുടെ വില കൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിൽ നെല്ലിൻ്റെ വില 1 പൈസ പോലും സംസ്ഥാന സർക്കാർ കൂട്ടിത്തരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ രാസവളത്തിൻ്റെ വില, അതായത് ഇപ്പോൾ പൊട്ടാഷ് പോലെയുള്ള രാസവളങ്ങൾക്ക് ഒറ്റയടിക്ക് 300 രൂപയാണ് കൂട്ടിയിരിക്കുന്നത് ഒരു ചാക്കിൽ. കർഷകരുടെ ഭാവി തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. 2024 നെല്ലുൽപാദന ചെലവ് ഏക്കറിന് 28,000 രൂപയായിരുന്നുവെങ്കിൽ രാസവള വില വർധനവയോടെ ഇത് 40,000 രൂപയിലധികമായി ഉയരും. കാലവർഷക്കെടുതി ഉൾപ്പെടെ തരണം ചെയ്ത് കടം വാങ്ങിയാണ് പലരും ഇത്തവണയും കൃഷി ഇറക്കിയത്. സപ്ലൈകോയ്ക്ക് കൈമാറിയ നെല്ലിന്റെ പണം എന്ന് കിട്ടുമെന്ന കാര്യത്തിലും ഒരു നിശ്ചയവുമില്ല. കൃഷി വകുപ്പിൽ നിന്നോ സപ്ലൈകോയിൽ നിന്നോ പണം ലഭ്യമാക്കുന്ന കാര്യത്തിൽ അധികൃതർക്കും പറയാൻ വ്യക്തമായ ഉത്തരമില്ല. ഇതിനെല്ലാം പുറമെയാണ് രാസവളങ്ങളുടെ വിലയിലുണ്ടായ വർധനവും കർഷകർക്ക് മേൽ ദുരിതം വിതയ്ക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇടുക്കി കാഞ്ചിയാറിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയവർ ദുരിതത്തിലായി. വനനിയമത്തിന്റെയും ആദിവാസി സെറ്റിൽമെന്റിന്റെയും പേരിൽ വീട് നിഷേധിക്കപ്പെട്ട 20ഓളം കുടുംബങ്ങളാണ് ഇവിടെ പ്രതിസന്ധിയിൽ കഴിയുന്നത്. ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി, കോഴിമല പ്രദേശങ്ങളിലുള്ള 19 കുടുംബങ്ങളാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാതെ ദുരിതത്തിലായത്. 4 പതിറ്റാണ്ടിലധികമായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവർ. 5 വർഷം മുമ്പ് ലൈഫ് ഭവന പദ്ധതിക്കായി ഈ കുടുംബങ്ങൾ അപേക്ഷ നൽകുകയും ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് വീട് അനുവദിക്കുകയും ചെയ്തു. പലരും നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി പുതിയ വീടിന്റെ തറകെട്ടി. 1ാം ഘട്ടം പണവും ലഭിച്ചു. എന്നാൽ ഇവരുടെ ഭൂമി സർക്കാർ വക തേക്ക് പ്ലാന്റേഷനിൽ ഉൾപ്പെട്ടതാണെന്ന പേരിൽ തുടർ നടപടികൾ നിർത്തിവെച്ചു. ഫണ്ട് ലഭിക്കാതെ വന്നതോടെ വീട് പണിയും മുടങ്ങി. എവിടെയെല്ലാം പരാതി കേട്ടിട്ട് 5 വർഷമായിട്ട് ഇതിനൊരു നീക്കുപോക്ക് വന്നിട്ടില്ല. അവർ പറയുന്നത് നമുക്ക് NOC തരത്തില്ലെന്നുള്ളതാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് NOC തരത്തില്ലെന്നാണ് പറയുന്നത്. പഞ്ചായത്ത് ഗ്രാമസഭ കൂടി നമുക്ക് ഗ്രാമസഭ പാസ്സാക്കിയാണ് നമ്മൾ വീടിന് യോഗ്യതയുള്ളതെന്ന് പഞ്ചായത്ത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷം, ഗ്രാമസഭ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് വീട് അനുവദിച്ചത്. ഈ വീട് അനുവദിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് NOCയുടെ കാര്യം പറഞ്ഞ് നമുക്ക് ആദ്യത്തെ ഗഡു തന്നതിന് ശേഷമാണ് ഈ NOC വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നത്. 20 വർഷത്തിലധികമായി സ്ഥിരതാമസമുണ്ടെങ്കിൽ വനഭൂമിയാണെങ്കിൽ പോലും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാമെന്നാണ് നിയമം. പലർക്കും വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിരാക്ഷേപ പത്രം ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും വീട് നിർമ്മാണം വിവിധ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഉണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി. പുതിയ വീടെന്ന സ്വപ്നം പാഴായി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ദുരിതക്കയത്തിലാണ് ഈ കുടുംബങ്ങൾ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസ് ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ഗിരീഷ് കട്പാലിയ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് വിചാരണ കോടതി നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശം നിൽക്കെ അന്വേഷണ റിപ്പോർട്ട് മനഃപൂർവ്വം സമർപ്പിച്ച റിപ്പോർട്ട് അല്ലെന്നാണ് SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചത്. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ. ഹൈക്കോടതിയിലെ ഹർജിക്കാരൻ ഷാജി കോടക്കണ്ടത്ത് തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനം എടുക്കരുത് എന്നാണ് ഹർജിയിലെ ആവശ്യം. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്താണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞത്.
യുവേഫ സൂപ്പർ കപ്പ് ഫൈനലിൽ ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തി PSG. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് PSG-യുടെ വിജയം. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനില ആയതിനെ തുടർന്നാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നത്. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.